കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ലയണൽ മെസ്സിയുടെ പരിപാടിയിൽ ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസിന്റെ പ്രവേശനം തടഞ്ഞതിൽ മമതാ ബാനർജിയും ബംഗാൾ പോലീസും സമാധാനം പറയേണ്ടി വരും. പ്രവേശനം നിഷേധിച്ചാൽ അതിരൂക്ഷമായി പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗവർണർ. ലയണൽ മെസ്സിയെ മമതാ ബാനർജിയുടെ ഒത്താശയോടെ കൽക്കട്ടയിൽ കൊണ്ടുവന്നത് കച്ചവടത്തിലാണെന്ന് വരെ ഉറപ്പുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഗവർണർ CV ആനന്ദ് ബോസ്. തന്നെ തടഞ്ഞത് ഗവർണർ എന്ന ഭരണഘടനാ പദവിക്ക് നേരെയുള്ള അപമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്നും മമതാ ബാനർജിയെ അറസ്റ്റ് ചെയ്യണമെന്നും ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണറെയും അറസ്റ്റ് ചെയ്യണമെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും പ്രതികരിച്ചു. മെസ്സി പങ്കെടുത്ത പരിപാടിയിൽ വലിയ സംഘർഷങ്ങളും തിരക്കുകളും ഉണ്ടായതിന് പിന്നാലെയായിരുന്നു ഗവർണറെ തടഞ്ഞത്. ബംഗാൾ ഗവർണറെ ഇങ്ങനെയാണോ പരിഗണിക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. സ്ഥലം പോയി കണ്ട ശേഷം മാത്രമേ താൻ റിപ്പോർട്ട് എഴുതുകയുള്ളൂ. ഈ വിഷയം പൂർണ്ണമായും അന്വേഷിക്കുമെന്നും സത്യം പുറത്തു കൊണ്ടുവരുമെന്നും CV ആനന്ദ് ബോസ് മുന്നറിയിപ്പ് നൽകി. എത്രയും പെട്ടെന്ന് തന്നെ സംസ്ഥാന സർക്കാർ പറ്റുമെങ്കിൽ അന്വേഷണം നടത്തണം. ടിക്കറ്റ് എടുത്തവർക്ക് പണം തിരികെ നൽകണം. സ്റ്റേഡിയത്തിലെ കേടുപാടുകൾക്ക് നഷ്ടപരിഹാരവും നൽകണം. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതെ അത് തടയാൻ കഴിയാതിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം. സംഘാടകനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. സംഭവത്തിൽ ബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി വിവിധ BJP നേതാക്കളും രംഗത്തെത്തി. രാജ്യത്തിന് തന്നെ അപമാനമായി എന്നാണ് BJP നേതാക്കൾ അപലപിച്ചത്. ലയണൽ മെസ്സി പങ്കെടുത്ത പരിപാടി അലങ്കോലമായതിൽ രൂക്ഷ വിമർശനമാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടേത്. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മെസ്സിയുടെ സന്ദർശനത്തിന്റെ പേരിൽ സംഘാടകർ ജനങ്ങളെ പറ്റിച്ചതായും ക്രമക്കേട് നടന്നതായും ഹിമന്ത ബിശ്വ ശർമ്മ വിമർശിച്ചു. ഇതിന് ഉത്തരവാദികൾ സംസ്ഥാന ഭരണകൂടത്തിലുള്ളവരാണ്. മുഖ്യമന്ത്രി, പോലീസ് കമ്മീഷണർ എന്നിവരെയും അറസ്റ്റ് ചെയ്യണം. സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിക്കും പോലീസ് കമ്മീഷണർക്കുമാണ് ആദ്യത്തെ ഉത്തരവാദിത്വം. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിലും പോലീസിന് വീഴ്ച സംഭവിച്ചു. VIP സംസ്കാരമാണ് കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ കാണാനായതെന്നും ഹിമന്ത ബിശ്വ ശർമ്മ കുറ്റപ്പെടുത്തി. ഗവർണർ തന്റെ നിലപാട് കടുപ്പിച്ചതോടെ മുഖ്യമന്ത്രി മമതാ ബാനർജി സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ ഉന്നതതല സമിതി പ്രഖ്യാപിച്ചു. 10,000-കണക്കിന് പേരാണ് ടിക്കറ്റ് എടുത്ത് മെസ്സിയെ കാണാനായി എത്തിയത്. മെസ്സിയെ കാണാൻ കഴിയാതെ വന്നതോടെ കാഴ്ചക്കാർ പ്രകോപിതരാകുകയും സ്റ്റേഡിയത്തിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയുമായിരുന്നു. മെസ്സിയെ കൂടാതെ ബോളിവുഡ് നടൻ ഷാറൂഖ് ഖാനും എത്തുമെന്ന് പറഞ്ഞെങ്കിലും എത്തിയിരുന്നില്ല. തുടർന്ന് ആരാധകരും സംഘാടകരുമായി വാക്കുതർക്കവും ഉണ്ടായി. മണിക്കൂറുകളോളം കാത്തിരുന്ന ആരാധകർ നിരാശരായാണ് ഒടുവിൽ സ്റ്റേഡിയം വിട്ടത്.